സോയാബീൻ വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫൊക്കെ വരട്ടിയ പോലെ ഇരിക്കുന്നൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഓയിൽ ഒഴിച്ചു, അതിനകത്ത് കുറച്ച് കടുക് ഇട്ടു, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള ഇത്ര ഇട്ട് ഞാൻ നല്ലോണം വഴറ്റി. അതിനുശേഷം ഞാൻ അല്പം മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ബ്ലാക്ക് പെപ്പർ, സിനമണിൻ്റെ കുറച്ച് പൗഡർ ഇട്ടു. ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തു. ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിനുശേഷം നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ഒരു ചെറിയ പച്ചച്ചവയൊക്കെ പൊടികളിലൊക്കെ പച്ചച്ചവ മാറുന്ന വരെ നല്ലോണം ഇളക്കുക. ഞാൻ അല്പം കൂടെ ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ഓയിലിൻ്റെ ചെറിയ കുറവ്. എനിക്ക് ഓയിലിനോട് ഭയങ്കര ആകർഷണം. എന്താ, ഓയിലും കറിവേപ്പിലൊക്കെ നല്ലോണം വേണം. കറിവേപ്പില അത്ര ഇട്ടുള്ളൂ, പക്ഷേ ഇല്ലാത്തതുകൊണ്ട് അത്ര ഇട്ടുള്ളൂ. പക്ഷേ ഓയിൽ എനിക്ക് നല്ലോണം വേണം കേട്ടോ കറിക്ക്. ശരീരത്തിന് നല്ലതൊന്നുമല്ല, പക്ഷെ കാണാനൊരു ലുക്ക് വേണ്ടേ കറികളിലൊക്കെ, അതുകൊണ്ട് കുറച്ചധികം ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി നമ്മൾ വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരല്പം കൂടെ ഇട്ട് കൊടുക്കാം. എന്നാലേ മസാലയ്ക്ക് ഒന്ന് ഉപ്പ് പിടിക്കുകയുള്ളൂ. നല്ലോണം വഴറ്റിക്കഴിഞ്ഞ് നമ്മൾ സോയാബീൻ ആദ്യം നല്ലോണം കഴുകി നല്ല തിളച്ച വെള്ളത്തിനകത്ത് കഴുകി കുറേ പ്രാവശ്യം കഴുകി വാരി നല്ല എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അല്പം ഞാൻ കുറച്ച് ടൊമാറ്റോൻ്റെ സോസ് ഇടാൻ പോകണം. ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ശരിക്കും നമ്മൾ ബീഫൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ഇത് ഉണ്ടാക്കി ലാസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് ബീഫൊക്കെ ടേസ്റ്റിന് മാത്രമേ സോയാബീൻ ഇടും, പക്ഷെ കണ്ട ലുക്ക് നല്ല ബീഫ് നമ്മൾ വരട്ടി വെച്ച പോലത്തെയാണ്. ഇനി ഞാൻ കഴുകി വെച്ചതാ, നല്ലോണം കഴുകി വാരി വെച്ച് അത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ബോൾ പോലെ ആയിരുന്നു, അത് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് നാലാക്കിയിട്ട് മുറിച്ചു. അപ്പോൾ ശരിക്കും പിടിച്ചോളൂ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ. അതാ ലാസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അല്പം കുറച്ചേരം വെച്ചതിന് ശേഷം തിളച്ച വെള്ളം ഒരു അര ഗ്ലാസ് വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. തിളച്ച വെള്ളം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിക്കുക. ഒരു 1/4 ഗ്ലാസ്. അതിനുശേഷം മൂടി വെക്കുക, ഒന്ന് പിടിച്ചൊന്ന് വരാം. എണ്ണയെല്ലാം ഒന്ന് നല്ല തിളച്ചിട്ടുണ്ടോ, ഇതുപോലെ നല്ല തിളച്ച് അതിൽ പിടിച്ച് വരണം. കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിരുന്നു. ഇനി കഴിയാൻ